അവിടുന്ന് ഇറങ്ങി പോണം, നിൽക്കുന്നിടത്തുനിന്ന് ഇറങ്ങണം, പക്ഷെ എങ്ങോട്ട് പോകണം ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരവില്ല. തിരുവനന്തപുരം ദന്തൽ കോളേജിന് മുന്നിൽ പ്രതിഷേധ സമരവുമായി വിദ്യാർത്ഥിനികൾ രംഗത്ത്. ഹോസ്റ്റൽ സൗകര്യമില്ലാത്ത അവസ്ഥയിൽ പലരും തെരുവിലിറങ്ങേണ്ടുന്ന സാഹചര്യത്തിലാണ് പ്ലക്കാർഡുകളുമായി വിദ്യാർത്ഥിനികൾ പ്രതിഷേധത്തിനിറങ്ങിയത്. വർഷങ്ങളായി മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലാണ് ദന്തൽ കോളേജിലെ വിദ്യാർത്ഥികളും കഴിഞ്ഞുകൂടുന്നത്. റൂമുകളിൽ കുട്ടികളുടെ എണ്ണവും കൂടുതലാണ്. പലരും പുറത്തുള്ള സ്വകാര്യ ഹോസ്റ്റലുകളിലേക്കും വീടുകളിലേക്കും മാറിയെങ്കിലും അധിക വാടക മൂലം പ്രതിസന്ധിയിലാണ്. ഹോസ്റ്റൽ പണിയുന്നതിനുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇനി എന്താണ് ഇതിന് പരിഹാരമെന്നതാണ് ചോദ്യം. ഫ്രണ്ടില് നമ്മുടെ മാർച്ച് നടക്കുന്നുണ്ട്. എന്താ സർ? എന്താണ് നിങ്ങളുടെ പ്രധാന ആവശ്യം? നമ്മുടെ പ്രധാന ആവശ്യം ലേഡീസ് ഹോസ്റ്റലിന് വേണ്ടിയിട്ടാണ്. ഡെന്റൽ കോളേജിന് സ്വന്തമായിട്ടൊരു ലേഡീസ് ഹോസ്റ്റൽ 2023 ഞങ്ങൾ അടക്കം സമരം ചെയ്ത. 2010 മുതൽ ഈ സമരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. സ്ഥലം തരാന്ന് പറഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ട് ഒരു തീരുമാനം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇപ്പൊ നമ്മള് ഹൗസ് സർജൻസ് നിൽക്കുന്ന സ്ഥലത്ത് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഹൗസ് സർജൻസ് ക്വാർട്ടേഴ്സ് അലോട്ട് ചെയ്തിട്ടില്ല. അവിടുന്ന് ഇറങ്ങി പോണം, നിൽക്കുന്നിടത്തുനിന്ന് ഇറങ്ങണം, പക്ഷെ എങ്ങോട്ട് പോകണം ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരവില്ല. അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഈ സ്ട്രൈക്ക് വിളിച്ചത്. നിങ്ങൾ ഈ സ്വകാര്യമായിട്ട് മറ്റ് ഹോസ്റ്റലുകളാണോ താമസിക്കുന്നത്? അധിക വാടക? അതെ അതെ, MBBSന്റെയും BPharmന്റെയും നഴ്സിംഗിന്റെയും ഹോസ്റ്റലിലാണ് ഡെന്റൽ കോളേജിലെ പിള്ളേരെല്ലാവരും താമസിക്കുന്നത്. അവിടെ തന്നെ ബാക്കി അവരുടെ പിള്ളേർക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് സെറ്റപ്പിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ താമസിച്ചോണം എന്നുള്ള രീതിയിലാണ് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ്. അതിനി നമുക്ക് വേണ്ട, നമുക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശപ്പെട്ട അക്കോമഡേഷൻ ഫെസിലിറ്റി കിട്ടണം. ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കുട്ടികളുടെ എണ്ണം കൂടുതലാണോ റൂമിൽ? അതാണോ മെയിൻ ബുദ്ധിമുട്ട്? അത് ആളുകളുടെ എണ്ണം കൂടുതലൊക്കെ എന്നോ ഉള്ളതാണ് സർ. ഫസ്റ്റ് ഇയർ മുതലേ ഉള്ള. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് ഇറങ്ങണം എന്നാണ് പറയുന്നത്. അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ. അതെ സർ, ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങി പോകണമെന്ന് അവര് പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല. പഠിച്ചു നേടിയതാണ് ഈ സീറ്റ്.